ഹായ് ഗൈസ്, എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്? റമദാൻ വരികയാണ്. അപ്പോൾ റമദാനിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. അതൊരു നല്ലൊരു ചാൻസാണ്. നമുക്ക് റമദാനിൽ രണ്ട് സാധ്യതയാണ്. ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ചെയ്യാനാണ്. കാരണം നമ്മളെ ബോഡി ടൈപ്പാണ് ഒന്ന്. അപ്പോൾ നമ്മൾ ഈ റമദാനിന് നമ്മളെ വീട്ടിലൊക്കെ അധികവും എണ്ണയിലിട്ട് പൊരിച്ചതും ബേക്കറി ഐറ്റംസും പിന്നെ കുറേ മധുരപലഹാരങ്ങളൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ തടി വെക്കാനാണ് സാധ്യത കൂടുതൽ. ഏറ്റവും കൂടുതൽ ആളുകൾ തടി വെച്ചിട്ടുള്ളത് റമദാനിലുമാണ്. ഞാൻ തന്നെ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു 5 കിലോളം ഞാൻ റമദാനിന് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കഴിക്കുന്നത് 1-2 പ്രാവശ്യമായിരിക്കും മാക്സിമം. ഇപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കും, അതേപോലെ പൊലിച്ചക്കും കഴിക്കും. ഈ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അത്രയും കലോറി കൂടുതലുള്ള ഭക്ഷണങ്ങളായിരിക്കും. മധുരവും എല്ലാം കൂടെ കലോറി കൂടുതലുള്ള ഭക്ഷണങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ തടി കൂടാനാണ് സാധ്യത കൂടുതൽ. അപ്പം ഇതൊരു ചാൻസാണ് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. പിന്നെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ സ്പിരിച്വലി ഒരു ഫോക്കസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വെയിറ്റ് ലോസ് എന്നുള്ളൊരു ഇതിൽ ചെയ്യാൻ പറ്റും. ബട്ട് ഇത് നല്ലൊരു ചാൻസാണ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ. അപ്പം റമദാനിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്ങനെ നമ്മൾ ഡയറ്റ് ചെയ്യും, ഏത് രീതിയിൽ നമുക്ക് ഫുഡ് സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റമദാനിലേക്കുള്ള ഒരു കിടിലൻ ഡയറ്റ് പ്ലാനാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം, അതേപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ഓക്കെ, അതേപോലെ ഇനി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കുന്നവർ എല്ലാം വളരെയധികം ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അതേപോലെ ഡയറ്റ്, ഈ ഒരു ഡയറ്റ് നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാനാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യാം, കോച്ച് ഷഫീഖ് എന്നാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആകുമ്പോൾ മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ റമദാനിന് പലരും ഒരു മാസം വർക്കൗട്ടൊന്നും ചെയ്യാണ്ട് നമ്മൾ ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും, അതേപോലെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രവണത നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. വർക്കൗട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു വർഷം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് ഒരു മാസം മതി, കംപ്ലീറ്റ് പോകും. ഒരു മാസം കൊണ്ട് തന്നെ പഴയ പോലെ തന്നെ ആവും. ഇപ്പോൾ നമ്മൾ ഒരു വർഷം കൊണ്ട് കുറച്ചത് ഒരു മാസം കൊണ്ട് റീഗെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും നമ്മളെ മെറ്റബോളിസമൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മൾ വർക്കൗട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക. അപ്പോൾ ഹോം വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ തറാവി നമസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ലോ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വർക്കൗട്ട്, അതായത് നിങ്ങൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് വർക്കൗട്ട് ചെയ്യാം, ബട്ട് അത് ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ആയിരിക്കണം. ഓവർ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യേണ്ട ലോ മോഡറേറ്റ്, അതായത് ഇപ്പോൾ ബൈസിക്കിൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വാക്കിംഗ് ഒക്കെ ചെയ്യുക. അതൊക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ചാനലിൽ തന്നെ ഡംബിൾ വർക്കൗട്ട് ഉണ്ട്, അതേപോലെ തന്നെ റമദാൻ്റെ വർക്കൗട്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ജിമ്മിലെ വർക്കൗട്ട് അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സിംഗിൾ പാർട്സിന് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുക. അത് തറാവി കഴിഞ്ഞിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ ഒരു ലോ ഇൻറ്റൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബിഫോർ ഇഫ്താറിന് മുമ്പ് നിങ്ങൾ പോയിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. വർക്കൗട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഗോൾ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മാക്സിമം ഈ എന്താ പറയുക, പുറത്തത്തെ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതേപോലെ ഓയിലി ഫുഡ്, ഷുഗറി ഐറ്റംസ് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക, മസ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. കാരണം നമ്മൾ വീടുകളിലൊക്കെ കൂടുതലായിട്ടും അങ്ങനത്തെ ഫുഡുകളായിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ ഫുഡുകളൊക്കെ നിങ്ങൾ മാക്സിമം സ്റ്റോപ്പ് ചെയ്യുക. അതേപോലെ നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ മാക്സിമം വെള്ളം കുടിക്കുക. അതുപോലെ ഒരു പ്രോപ്പറായിട്ടൊരു ടൈമിങ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ടൈം ടു ടൈം നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് വേറെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇന്നൊരു സമയത്ത് കഴിച്ച് നാളെ വേറൊരു സമയം ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ടിൽ ആ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ട് ആ ടൈം ടു ടൈം നിങ്ങൾ ഫുഡ് കഴിക്കുക. അതേപോലെ മാക്സിമം ഉറങ്ങുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് ഡയറ്റ് സെറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് PCOD തൈറോയ്ഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് ഫുള്ള് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലോ ഇൻറ്റൻസിറ്റി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന്
കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാവും. അതായത് ലൈക്ക് ഒരു 30 മിനിറ്റ് വാക്കിംഗ് ചെയ്യുക, അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ താറാവി നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, വാം വാട്ടർ കുടിക്കുക. അത് നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് വേണം നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ കാരക്ക കഴിക്കൂലേ, ഡേറ്റ്സ്. അപ്പോൾ അത് ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് കഴിക്കുകയാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ലത്. നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആണ്. അപ്പം സാധാരണ ഡേറ്റ്സിലൊക്കെ ആണെങ്കിലും നല്ല മധുരം, അത്യാവശ്യം ഷുഗർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ ഈ പാക്കറ്റിൽ കിട്ടുന്നത് ഭയങ്കര മധുരമായിരിക്കും, അതിൽ ആഡഡ് ഷുഗർ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡ്രൈ ആയിട്ടുള്ള കാരക്ക എന്ന് പറയും, ഡ്രൈ ആയിട്ടുള്ള 1-2 പീസ് നിങ്ങൾ കഴിക്കാം, 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, അതിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, നമ്മൾ വീട്ടിലുണ്ടാകുന്ന നമ്മളെ ഈ വാട്ടർ മെലന്, അതേപോലെ എന്താ പറയുക, ഓറഞ്ച്, ആപ്പിള്, മുന്തിരി, അങ്ങനത്തെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുക. ചെറിയ ബോൾ കഴിച്ചാൽ മതി, ഒരു കണ്ടമാനൊന്നും കഴിക്കരുത്. നിങ്ങൾ ചെറിയ ബോൾ കഴിക്കുക, അതിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമസ്കാരം അത് കഴിഞ്ഞിട്ട്, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കഴിക്കേണ്ട നമ്മളെ ഫസ്റ്റ് മീൽ, നമ്മളെ മീലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കഴിക്കേണ്ടത്, സാധാരണ നമ്മൾ വീട്ടിൽ അധികം അതായത് പത്തിരി, പുട്ട്, അല്ലെ പത്തിരി, നൂൽപുട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. അതേപോലെ ബിരിയാണി, കബ്സ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ബിരിയാണി, കബ്സ അങ്ങനത്തെ കോൺസെപ്റ്റിൽ പോവാണ്ട്, അപ്പോൾ വീക്കിലി വൺസൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഡെയിലി നിങ്ങൾ അങ്ങനെ കഴിക്കാണ്ട്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ബ്രൗൺ റൈസ്, ഇപ്പോൾ ഈ സാധാരണ നമ്മൾ ബ്രൗൺ റൈസ് തന്നെ ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ബിരിയാണി രീതിയിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 150 ഗ്രാം 200 ഗ്രാം മാക്സിമം റൈസ്, ബ്രൗൺ റൈസ് തന്നെ ആഡ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരു PCOD പേഷ്യൻ്റ്, അല്ലെങ്കിൽ നിങ്ങളൊരു തൈറോയ്ഡ് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഷുഗർ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ റൈസ് കഴിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ബ്രൗൺ റൈസ് മാക്സിമം ബ്രൗൺ റൈസ് തന്നെ നിങ്ങൾ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞ് PCOD ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ കഴിക്കണ്ട. PCOD ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ കഴിക്കുക, അല്ലെങ്കിൽ ഫിഷ് കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് കഴിക്കാം, അല്ലെങ്കിൽ ചന, ചെറുപയർ, അങ്ങനെ എന്തെങ്കിലും ഒരു 100 ഗ്രാം വരുന്ന പോലെ നിങ്ങൾ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് വെജിറ്റബിൾ സലാഡ് നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യുക. ഫൈബർ ഫുഡ് നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് നമ്മുടെ ഡയറ്റിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത്. കുക്കുംബർ, ക്യാരറ്റ്, ലെറ്റ്യൂസ്, ബീട്രൂട്ട്, ഒനിയൻ, ടൊമാറ്റോ, അങ്ങനെ കുറച്ച് നിങ്ങൾ സലാഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ ഒരു പീസ് ലെമൺ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെയിറ്റ് ലോസിന് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ സാധാരണ വീട്ടിലുണ്ടാകുന്നത് പത്തിരി അല്ലെങ്കിൽ റൈസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പത്തിരി ആണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 3-4 ചെറിയ പീസാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 കഴിക്കുക. കൂടെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ കറികൾ മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബ്രൗൺ റൈസ് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ചിക്കനൊക്കെ ഒലീവ് ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബിരിയാണി രീതിയിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനലിലുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് വെക്കാം, അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ബ്രൗൺ റൈസ് നോർമൽ, അതിൻ്റെ കൂടെ തന്നെ ചിക്കനോ ഫിഷോ ചെറുപയറോ കടലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾ സലാഡ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കണം നമ്മളെ ഫസ്റ്റ് മീൽ. അപ്പോൾ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, നമ്മൾ വയറെപ്പോഴും ഒരു പകുതി കാലിയായിട്ട് തന്നെ ഇരിക്കണം. അപ്പോഴാണ് നമ്മളെ ബോഡിയിൽ നിന്ന്, ഫാറ്റിൽ നിന്ന് നമ്മളെ എനർജിയിലേക്ക് കൺവേർട്ട് ആവുള്ളൂ. എനർജിക്ക് വേണ്ടി നമ്മളെ ബോഡിയിലെ ഫാറ്റ് എടുക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കുക. ദാറ്റ് മീൻസ് കുറച്ചൊക്കെ വിശക്കുന്ന പോലെ രീതിയിൽ ഫുഡ് കഴിക്കുക നിങ്ങൾ. അപ്പോൾ അതായിരിക്കണം നമ്മളെ ഫസ്റ്റ് മീൽ. അപ്പോൾ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഏറെക്കുറെ നമ്മളൊരു 8 മണി രീതിയിലായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുക. ഒരു 7:30 അല്ലെങ്കിൽ 8 o'clock അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഏറെക്കുറെ ഒരു 10 മണി 11 മണി രീതിയിലായിരിക്കും നിങ്ങൾ ഉറങ്ങുക. അപ്പോൾ നിങ്ങളൊരു 10 മണി ആ റേഞ്ചിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു 2 എഗ്ഗ് സലാഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ മെയിൻ ചിന്തിക്കേണ്ടത്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ വേണം. എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളതായിരിക്കണം ഡയറ്റ് പ്ലാന്. അപ്പോഴേ നമുക്ക് ആ ഒരു പ്രോപ്പർ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നും കഴിക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ മാക്സിമം ഫുഡിൽ ഉൾപ്പെടുത്താം. ആവശ്യത്തിന് പ്രോട്ടീൻ, ആവശ്യത്തിന് കാർബ്സ്, ഗുഡ് ഫാറ്റ്, ഫൈബർ, അതേപോലെ വൈറ്റമിൻസും മിനറൽസും എല്ലാം വേണം. ഓക്കെ. അപ്പോൾ 2 എഗ്ഗ് സലാഡ്സ്
സലാഡ് ആഡ് ചെയ്യുക, എഗ്ഗിൻ്റെ കൂടെ ബോയിൽ ചെയ്യുക, ഓംലെറ്റ് ചെയ്യുക, എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എഗ്ഗ് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 50 to 100 gram ചിക്കൻ ബോയിൽ ചെയ്യുക, ഇതിൻ്റെ കൂടെ സലാഡ്സ് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ടൂണ സലാഡ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ചെന ഒരു 50 gram അല്ലെങ്കിൽ 100 gram മാക്സിമം ബോയിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചെറുപയർ ഗ്രീൻ ഗ്രാം അത് ബോയിൽ ചെയ്യുക, അതിൻ്റെ കൂടെ വെജിറ്റബിൾ സലാഡ് ആഡ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഒരു സ്മോൾ കപ്പ് നിങ്ങൾ കഴിക്കുക രാത്രി. ഓക്കെ, അത് കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് കഴിച്ചാൽ മതി. പ്രോട്ടീനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കുഴപ്പമില്ല. ഓക്കെ, എഗ്ഗൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ദഹിച്ചോളും. അപ്പോൾ അത് കഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മളെ ഉറക്കം മാക്സിമം നിങ്ങൾ ഡെയിലി ഒരു 7 to 8 hours ഉറങ്ങുക. ഇനി നമുക്ക് സുഹൂർ, നോമ്പ് എടുക്കുന്ന സമയം, ആ ടൈമിൽ നിങ്ങൾ കഴിക്കേണ്ടത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് ഓട്സ്, അത് നല്ലൊരു ചോയ്സാണ്. ഓവർനൈറ്റ് ഓട്സ് നിങ്ങൾക്ക് മടുക്കുമല്ലോ ഓട്സ് കഴിക്കാൻ. അപ്പോൾ ഓട്സ് നമുക്ക് എല്ലാ അസുഖമുള്ള ആളുകൾക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകൾക്കും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 30 to 50 gram വരെ, അതിൽ കൂടുതൽ വേണ്ട, 30 to 50 gram വരെ നിങ്ങൾ ഓട്സ് എടുക്കുക ഓവർനൈറ്റ്. അപ്പോൾ നിങ്ങൾ സ്കിംഡ് മിൽക്ക് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 150 to 200 ml സ്കിംഡ് മിൽക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 30 to 50 gram ആവശ്യത്തിന് നോക്കുക. മിൽക്ക് ആവശ്യത്തിന് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. സ്കിംഡ് മിൽക്ക് അല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ. അതിൻ്റെ കൂടെ നിങ്ങൾ തലേ ദിവസം ഈ മിൽക്കിൽ നിങ്ങൾ 30 to 50 gram ഓട്സ് ഇടുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പഴം ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല ഹണി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനൽ ഹണി ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് രാവിലെ നേരം വെളുത്തിട്ട് നിങ്ങൾ എടുത്തിട്ട് ഒരു 5 minute പുറത്ത് വെച്ചിട്ട് നിങ്ങൾ അത് രാവിലെ സുഹൂറിന് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മളെ രാഗി പുട്ടൽ, രാഗി ദോശ, അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി. അപ്പോൾ ഈ രാഗി ദോശ അല്ലെങ്കിൽ ഈ ചപ്പാത്തി കഴിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ മസ്റ്റായിട്ട് നിങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം. ചിക്കനോ ഫിഷോ എഗ്ഗോ ചെറുപയറോ ചെനയോ പനീറോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ഒരു 50 to 100 gram നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ വെജിറ്റബിൾസ് കൂടെ നിങ്ങൾ മാക്സിമം ആഡ് ചെയ്യുക, വളരെയധികം നല്ലതാണ്. കാരണം നമുക്ക് കിട്ടാൻ ഫൈബറും വൈറ്റമിൻസൊക്കെ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക സുഹൂറിൽ. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താലും മതി, ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ അപ്പോൾ നമ്മളെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളം. നിങ്ങൾ മാക്സിമം നോമ്പ് തുറന്നിട്ട് നിങ്ങൾ കിടക്കുന്നവരെ മാക്സിമം നിങ്ങൾ വെള്ളം കുടിക്കുക. ഒരു മിനിമം ഒരു 2 ലിറ്ററിൽ മിനിമം നിങ്ങൾ വെള്ളം കുടിക്കുക. കാരണം വെള്ളം കുടിക്കൽ ഒരു ടാസ്ക്കാണ്. കാരണം നമ്മൾ ഈ നോമ്പിൻ്റെ വളരെ കുറഞ്ഞ സമയമാണ് നമുക്കുള്ളത്. അപ്പോൾ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കുക. അതേപോലെ നിങ്ങൾ വർക്കൗട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഈ ഒരു മാസം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വർഷം ഉണ്ടാക്കിയെടുത്ത എല്ലാം തന്നെ ഒരു മാസം കൊണ്ട് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് ആകെ ഒരു 3 മീലാണ് കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനിയിപ്പം ഈ നമ്മൾ ഫസ്റ്റ് മീൽ കഴിഞ്ഞ് രണ്ടാമത്തെ മീലിൽ ഞാൻ പറഞ്ഞു എഗ്ഗ് സലാഡ് അല്ലെങ്കിൽ ഈ ചിക്കൻ സലാഡ് അല്ലാന്നുണ്ടെങ്കിൽ ഫിഷ് സലാഡ് അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിക്കാനും ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വെജിറ്റബിൾ സലാഡ് നിങ്ങൾ കഴിക്കുക. ഫ്രൂട്ട് സലാഡ് കഴിക്കേണ്ട, വെജിറ്റബിൾ സലാഡ് കഴിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വെജിറ്റബിൾ സലാഡ് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ സുഹൂറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ആഡ് ചെയ്യുക. വാൾനട്ട്സ് ആൽമണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ മിനിമം നിങ്ങൾക്ക് 10 കിലോ ഒക്കെ ഈസി ആയിട്ട് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ വർക്കൗട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. നോമ്പ് തുറക്കുന്നതിന് മുമ്പാണെങ്കിൽ ലോ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുക. നോമ്പ് തുറന്നിട്ടാണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക. മാക്സിമം ഞാൻ നോമ്പിൻ്റെ വർക്കൗട്ട് ജിമ്മിലെ വർക്കൗട്ട് ഞാൻ ആഡ് ചെയ്യാൻ നോക്കുക. ഡംബിൾ വർക്കൗട്ട് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് റമദാൻ കരീം. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.